السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى الدين. فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ ആജ്ഞ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാനിലെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ രാത്രി നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരുപക്ഷെ അവസാനത്തെ അവസരം. അടുത്ത ഒരു ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമ്മൾ ഇതുപോലെ ആരോഗ്യത്തോടെ, ഇതുപോലെ മനസാന്നിധ്യത്തോടെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയും ഗൗരവവും ഇനിയുള്ള സമയങ്ങളിൽ ഉണ്ടാവണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ 2 അധ്യായങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നേടിയെടുക്കാൻ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുമ്പോൾ അവിടെ പറയുന്ന വിഷയം ഒന്നാണെങ്കിലും 2 പദങ്ങളാണ് അല്ലാഹു ഉപയോഗിച്ചത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ചെയ്യേണ്ടുന്നതും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും ഐഹിക ലോകത്തെ പ്രവർത്തനത്തിനല്ല, പാരത്രിക ലോകത്തെ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം നേടിയെടുക്കുന്ന കാര്യത്തിൽ നമുക്കുണ്ടാകേണ്ടുന്ന ശ്രദ്ധയെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒരു അധ്യായത്തിലെ ഒരു വചനം, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മറ്റൊരു അധ്യായത്തിൽ ഇതേ ആശയം പറയുന്നത്, സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കണം എന്നാണ് ഒന്നാമത്തെ വചനം. സാരിഉ. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയവർക്കറിയാം, അറബികൾ സാധാരണ ഉപയോഗിക്കുന്ന വാചകമാണത് സുറഅ. സുറഅ എന്ന് പറഞ്ഞാൽ ശരീഅ, ഏറ്റവും വേഗത്തിൽ, ആ വിഷയത്തിൽ യാതൊരുവിധ താമസവും കാണിക്കാതെ ഏറ്റവും സ്പീഡിൽ, എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രവർത്തിക്കണം അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്കും. മറ്റൊരു അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞ വാചകം സാബിഖു എന്നാണ്. സബഖ. സബഖ എന്ന് പറഞ്ഞാൽ മുൻകടന്നു എന്നാണ് അർത്ഥം. നിങ്ങളുടെ കൂടെയുള്ളവരെക്കാൾ നിങ്ങൾ മുൻകടക്കണം. ആ വിഷയത്തിൽ നിങ്ങൾക്ക് സ്പീഡും ഉണ്ടാവണം. മറ്റൊരുത്തരെ കാത്തിരിക്കാതെ നിങ്ങൾ മുൻകടക്കുകയും വേണം. 2 കാര്യങ്ങൾ, ഒന്ന് അല്ലാഹുവിലേക്ക് പാപമോചനം തേടുക, മറ്റൊന്ന് സ്വർഗം നേടുക. ഈ 2 കാര്യത്തിൽ നിങ്ങൾ അങ്ങേയറ്റം വേഗത്തിൽ പ്രവർത്തിക്കുന്നവരാകണം.
കൂടെയുള്ളവരെ പരാജയപ്പെടുത്തി മുന്നോട്ടെത്തുന്നവരാവണം എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഞാൻ ചുരുങ്ങിയ സമയത്തിൽ 2 സംഭവങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതൊരു കാര്യത്തിലും തനിക്ക് നേട്ടം കിട്ടുന്നത് എവിടെ? ഐഹിക ലോകത്തല്ല. നാളെ റബ്ബിന്റെ അടുത്ത് എനിക്ക് നേട്ടം കിട്ടുന്ന കാര്യമാണോ എങ്കിൽ ഭൗതികപരമായ ഒരല്പം പ്രയാസം ഞാൻ അനുഭവിച്ചാലും ശരി, എനിക്ക് വേണ്ടത് അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു അനാഥനായ ഒരു കുട്ടി, മിസ്കീനായ യതീമായ ഒരു കുട്ടി പ്രവാചകന്റെ മുന്നിൽ ഒരു പരാതിയുമായി വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പരാതി പറയുന്നത്, നബിയെ, എന്റെ വീട് നിൽക്കുന്ന സ്ഥലം, അവിടെ എനിക്കൊരു വേലി കെട്ടണം, നടന്നു പോകാൻ എളുപ്പമുള്ള രൂപത്തിൽ വഴി റെഡിയാകണം, അതോടൊപ്പം തന്നെ എന്റെ ആ സ്ഥലമൊന്ന് ഭംഗിയാകാൻ അവിടെ ഒരു വേലി കെട്ടണം. പക്ഷെ അവിടെ എന്റെ പറമ്പിനോട്, എന്റെ ആ സ്ഥലത്തോട് ചാരിയിട്ട് ഒരാളുടെ ഈത്തപ്പന നിൽപ്പുണ്ട്. അതെനിക്കൊരു തടസ്സമാണ്. അതെനിക്ക് കിട്ടാണെങ്കിൽ, അദ്ദേഹം എനിക്ക് തരാണെങ്കിൽ എനിക്ക് ആ വേലിയൊന്ന് ഭംഗിയായി കെട്ടാമായിരുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. പ്രവാചകന്റെ അടുത്തേക്ക് അദ്ദേഹം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ യതീമായ കുട്ടിക്ക് നിങ്ങളുടെ ആ ഈത്തപ്പന ഒന്ന് കൊടുക്കൂ, നിങ്ങളുടെ ആ ഈത്തപ്പന ഒന്ന് കൊടുക്കൂ. അദ്ദേഹം പറഞ്ഞു, നബിയെ, സാധ്യമല്ല, സാധിക്കില്ല കൊടുക്കാൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് നാളെ ധാരാളം ഫലങ്ങൾ ഭാരം തൂങ്ങുന്ന ഈത്തപ്പന കിട്ടിയാലോ? അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ, കൊടുക്കില്ല. ചില മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ്, പെട്ടെന്ന് അതിലേക്കൊന്നും വീഴാൻ അവർക്ക് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ വിഷയമല്ല. അതേ പോയി. പക്ഷെ ഈ വിവരം അറിഞ്ഞ ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നബിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, ആ പറയപ്പെടുന്ന പ്രതിഫലം അത് അദ്ദേഹത്തിന് മാത്രമാണോ, അതല്ലത് വാങ്ങിക്കൊടുക്കുന്ന എല്ലാവർക്കും കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആര് കൊടുത്താലും അവർക്ക് കിട്ടും. മതി. അദ്ദേഹം ഉടനെ പോയി ഈ ഒരു ഈത്തപ്പനയുടെ ഉടമയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ആ യതീമായ കുട്ടിക്ക് വേണ്ടി ഞാൻ ആ ഈത്തപ്പന വിലക്ക് വാങ്ങുകയാണ്. എന്റെ 600 ഈത്തപ്പനകളുള്ള തോട്ടം ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. 600 ഈത്തപ്പനകൾ, നല്ല കായ്ഫലമുള്ള 600 ഈത്തപ്പനകളുള്ള തോട്ടം ഞാനിതാ നിങ്ങൾക്ക് തരാം. ആ ഒരു ഈത്തപ്പന ഇങ്ങോട്ട് തരുമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ തരാം. കാരണം ഭൗതികമായി നോക്കിയാൽ 600 ഈത്തപ്പനയുള്ള തോട്ടം എന്ന് പറയുന്നത് വലിയ വിലപിടിപ്പുള്ള സ്വത്താണ്. ഞാൻ തന്നേക്കാം. അദ്ദേഹം കൊടുത്തു. ഈ ഒരു ഈത്തപ്പന യതീമായ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്തേക്ക് ഈ സഹാബി വരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ആ യതീമായ കുട്ടിക്ക് ഒരു ഈത്തപ്പന വാങ്ങി കൊടുത്തിട്ടുണ്ട്. എന്റെ 600 ഈത്തപ്പനകളുള്ള തോട്ടമാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കമ്മിൻ ഐദത്തിൻ റദാഹിൻ. എത്രയെത്ര സാധാരണ ഈത്തപ്പനകൾ ഒറ്റത്തടിയിൽ പോകുന്നതാണെങ്കിൽ ഈത്തപ്പനക്ക് ശിഖരങ്ങൾ വന്നാൽ ആ ശിഖരങ്ങളിൽ നിറയെ ഈത്തപ്പന കുലകൾ ഭാരം തൂങ്ങിയാൽ എത്രയുണ്ടാകുമോ അത്. കമ്മിൻ ഐദത്തിൻ റദാഹിൻ. അതെ, എത്രയെത്ര ഭാരം തൂങ്ങുന്ന ഫലങ്ങളുള്ള ഈത്തപ്പനകളാണ് നിങ്ങൾക്ക് നാളെ റബ്ബിന്റെ അടുത്ത് കിട്ടാതിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരേ ഒരൊറ്റ ലക്ഷ്യം, ഭൗതികമായ ഒരല്പം പ്രയാസപ്പെട്ടാലും ഭൗതികമായ തന്റെ നേട്ടങ്ങൾ അല്പം കുറഞ്ഞാലും എനിക്ക് നാളെ റബ്ബിന്റെ അടുത്ത് ഇവിടെയുള്ളവരെക്കാൾ കൂടുതൽ എനിക്ക് കിട്ടണമെന്ന വലിയ ആഗ്രഹമുണ്ടല്ലോ. ആ ആഗ്രഹമാണ് ഞാൻ സൂചിപ്പിച്ച 2 ആയത്തുകളിൽ ഏറ്റവും ഗൗരവമായത്. മറ്റൊരു സംഭവം കൂടി പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സ്വഹാബത്തിന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ ആയത്ത് ഓതി കൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്കേവർക്കും പരിചിതമായ ഒരു ആയത്താണ്. അതോടൊപ്പം തന്നെ ചരിത്രവും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ എന്റെ വിഷയവുമായി ബന്ധപ്പെടുത്തി അതിലെ സുപ്രധാനമായ ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങൾക്കറിയുമോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും, നമുക്ക് എത്ര അധികം ആസ്തി ഉണ്ടെങ്കിലും അത് നമ്മളുടേതാണ്. നമുക്കും നമ്മളുടെ അനന്തരാവകാശികൾക്കും ഉള്ളതാണ്. പക്ഷെ നമ്മുടെ കൂട്ടത്തിലെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ പ്രയാസപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മുടെ സ്വത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിന്റെ വശവും തീർക്കാൻ നമ്മൾ ഒരിക്കലും പലപ്പോഴും ആളുകൾ ശ്രമിക്കാറില്ല. എത്രയോ പണക്കാരായ ആളുകളുണ്ട്, എത്രയോ വലിയ സമ്പന്നന്മാരായ ആളുകളുണ്ട്. അവരുടെ ഏറ്റവും അടുത്ത കുടുംബത്തിലുള്ള ആളുകൾ കഷ്ടപ്പെടുന്നവരുണ്ട്.
രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഒരു നല്ല വീട് വെക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, ഒരു നല്ല രൂപത്തിൽ ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. അവിടെയാണ് ഈ ചരിത്രം പ്രസക്തമാകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് കൽപ്പിക്കുകയാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ആ ആയത്തിന്റെ ഗൗരവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൽപ്പിക്കുകയാണ്. എന്താണ് ആയത്തിലുള്ളത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടിയെടുത്തവരാവുകയില്ല. നിങ്ങൾ നന്മ നേടിയെടുത്തവരാകണോ? നിങ്ങൾ പുണ്യം നേടിയെടുത്തവരാകണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഈ ആയത്ത് കേട്ട് ആ ആയത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട് മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഈ പറഞ്ഞ ആശയം, പറഞ്ഞ ഈ വാചകമുണ്ടല്ലോ, ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമ്പത്തുണ്ട്, മദീന പള്ളിയുടെ ചാരത്തുള്ള ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സമ്പത്തുണ്ട്, ഒരു ഈത്തപ്പനത്തോട്ടം. ആ ഈത്തപ്പനത്തോട്ടത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തിന്റെ നായകൻ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നിരിക്കാറുണ്ട്, അവിടുത്തെ തണലിലിരിക്കാറുണ്ട്, അവിടുത്തെ ജലാശയത്തിൽ നിന്ന് നബിതങ്ങൾ കുടിക്കാറുണ്ട്. അങ്ങനെ പ്രവാചകൻ വിശ്രമിക്കുന്ന നല്ലൊരു തോട്ടമാണ്. അതേ പ്രവാചകന്റെ അടുത്ത് പറഞ്ഞു, നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സമ്പത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറൂഹാ തോട്ടമാണ്. ആ ബൈറൂഹാ തോട്ടം ഇതാ അള്ളാഹു പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പ്രിയപ്പെട്ട തോട്ടം ഞാനിതാ അള്ളാഹ്ക്ക് തന്നിരിക്കുകയാണ് നബിയെ, അള്ളാന്റെ മാർഗത്തിലേക്ക് തന്നിരിക്കുകയാണ് നബിയെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബിൽനാ മിൻക വറദദ്നാഹു ഇലൈക. ഞാനിതാ നിങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. വറദദ്നാഹു ഇലൈക, അത് നാം ഇതാ നിങ്ങൾക്ക് തന്നെ മടക്കി തരുന്നു. നാം അത് സ്വീകരിച്ചു. നിങ്ങൾ പറഞ്ഞ ആ സമ്പത്ത് നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ വേണ്ടി സ്വീകരിച്ചു. ഞാനിതാ നിങ്ങൾക്ക് മടക്കി തരുന്നു. എന്നിട്ട് പ്രവാചകൻ ഒരു വർത്തമാനം പറഞ്ഞു, ഏ അബൂ തൽഹ, നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബത്തിലെ ആളുകൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ തോട്ടം നിങ്ങളൊന്ന് വീതിച്ചു കൊടുത്തോളൂ. വല്ലാത്തൊരു വർത്തമാനാണ്. ഒരുപക്ഷെ നമ്മളാണെങ്കിൽ പറയും, ഞാൻ പള്ളിക്ക് തന്നതാണ്, അല്ലെങ്കിൽ മദ്രസക്ക് തന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് തന്നതാണ്, അത് മറ്റവർക്ക് കൊടുക്കുന്നത് ശരിയാവില്ല, ഞാൻ ഇങ്ങനെ ചെയ്ത കാര്യമല്ലേ, പിന്നെന്തിനാ അങ്ങോട്ട് കൊടുക്കുന്നത്? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളാ പറഞ്ഞത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാന്റെ മാർഗത്തിലേക്ക് കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയോ? നിങ്ങളെ കുടുംബത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾക്കത് വീതിച്ചു കൊടുക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ട് മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈറൂഹാ തോട്ടം തന്റെ കുടുംബത്തിനു വേണ്ടി അദ്ദേഹം ഏറ്റവും അടുത്ത ദൂറഹം, അത് ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് വേണ്ടി അത് വീതിച്ചു കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് കെട്ടുകഥയല്ല, ഇത് അതിശയോക്തി കഥയല്ല, മറിച്ച് പച്ചയായ മനുഷ്യർ ഈ ജീവിതത്തിൽ ഈ ലോകത്ത് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന തുല്യതയില്ലാത്ത ചരിത്രമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരൊറ്റ കാര്യം, സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സാബിഖൂ, നിങ്ങൾ സാരിഊ, നിങ്ങൾ ധൃതി കാണിക്കണം, നിങ്ങൾ മുൻകടക്കണം, മറ്റുള്ളവരെക്കാൾ ഏറ്റവും അധികം ആ ഖൈറിലേക്ക് എത്തുന്നവരാവണം നിങ്ങളെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഇഷ്ടം ഏറ്റവും അധികം നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ ഒരു നിമിഷത്തിലേക്ക് അള്ളാഹു നമുക്ക് ജീവിക്കാൻ അവസരം തന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ എത്ര മുൻകടന്നു എന്നറിയേണ്ടത്. ഒരൊറ്റ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാർ, സഹോദരിമാർ, ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. പരിശുദ്ധ റമളാൻ കടന്നു വന്നിട്ട് 20ാമത്തെ ദിവസം പൂർത്തിയാവുകയാണ്. 20ാമത്തെ ദിവസം പൂർത്തിയാവുകയാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ റമളാനിലെ പുണ്യമായ ദിവസങ്ങളെ, പുണ്യമായ മണിക്കൂറുകളെ സ്വന്തത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പറയുന്നു. റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് റമളാൻ പകലിലെ നോമ്പാണെങ്കിൽ മറ്റൊന്ന് പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. എങ്കിൽ ഉറപ്പ്, ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 1.5 മണിക്കൂർ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് പരിശുദ്ധ ഖുർആൻ 2 പ്രാവശ്യം പൂർത്തിയാക്കുക എന്ന
ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടുമായിരുന്നു. എന്റെ മുന്നിലിരിക്കുന്ന എത്ര ആളുകൾക്ക് ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്? ഒരു ദിവസത്തിൽ ഒരു 3 ജുസ് ഓതാൻ 1.5 മണിക്കൂർ മതി. 24 മണിക്കൂറിൽ 1.5 മണിക്കൂർ നേരം ഈ പരിശുദ്ധ റമളാനിന്റെ ദിവസങ്ങളിൽ ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ, എന്റെ കൂടെയുള്ളവരെക്കാൾ മുൻപന്തിയിലെത്താൻ ഞാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ, ഒരൽപ്പം ധൃതി കാണിച്ചിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പോഴും 20 ജുസ് എത്തിയ ആളുകൾ തന്നെ കുറവാണ്. 20 ജുസ് ഒരു ദിവസം 1 ജുസ് എങ്കിലും ഓതിയാൽ 20 ജുസ് എത്തിയ ആളുകൾ കുറവാണ്. എന്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ വിഷമമുണ്ടാകും. പലരുടെയും മനസ്സ് വേദനിക്കുന്നുണ്ട്. പഠിച്ചോനെ, ശരിയാണല്ലോ, ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അനർഘമായ 20 ദിവസങ്ങൾ ഞാൻ വെറുതെ കളഞ്ഞുപോയല്ലോ റബ്ബേ എന്ന് നമ്മുടെ മനസ്സിൽ വല്ലാത്ത വേദന ഉണ്ടാകും. അതെ, അല്ലാഹു തന്ന മഹാ അനുഗ്രഹത്തെ പുറംകാല് കൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചതിന് സമാനമാണോ എന്ന് ഞാനും നിങ്ങളും ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിൽ കിട്ടിയ ദിവസങ്ങളെ ഇനിയും ഉപയോഗപ്പെടുത്താം. 3 ജുസ് വെച്ച് ഇനി മുതൽ ഓതാൻ തുടങ്ങിയാൽ പോലും ഒരു ഖത്മെങ്കിലും പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധ ഖുർആനുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുക, ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള പാപമോചനം കിട്ടാൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നമുക്കറിയുമല്ലോ, ഇസ്തിഗ്ഫാർ ചൊല്ലൂ എന്ന് അള്ളാഹു പറഞ്ഞു വെറുതെ വിട്ടതല്ല, നമ്മളെ കൊണ്ട് ചൊല്ലിക്കുന്നു. അള്ളാഹു നമ്മളെ കൊണ്ട് ചൊല്ലിക്കുന്നു. 4 റക്അത്തുള്ള ഒരു നമസ്കാരം ഇപ്പൊ നമ്മൾ നിസ്കരിച്ച ഇശാ നമസ്കാരം, ആ ഇശാ നമസ്കാരം പൂർത്തീകരിച്ചപ്പോൾ അതിനുശേഷം 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്നത് പറയുകയും ചെയ്താൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന പ്രാർത്ഥന റുകൂഇലും സുജൂദിലും ഒരാൾ ഓരോ പ്രാവശ്യം വെച്ച് പറഞ്ഞാൽ ഉറപ്പായും 20 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തി കഴിഞ്ഞുകയാണ്. 20 പ്രാവശ്യം അയാൾ ഇസ്തിഗ്ഫാർ നടത്തി കഴിഞ്ഞു. പരിശോധിച്ച് നോക്കിക്കോളി. ഞാൻ എന്റെ എണ്ണം കണക്കൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 20 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തും. അത് മനസ്സും നമ്മുടെ ഖൽബും നമ്മുടെ നാവും തലബുസായിട്ടുണ്ടെങ്കിൽ. പക്ഷെ പലപ്പോഴും നമ്മൾ നിസ്കാരത്തിലെ ദിക്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചത് കൊണ്ട് അതിങ്ങനെ യാന്ത്രികമായി വന്നു പോകുമെന്നതാണ്. പക്ഷെ അവിടെയെല്ലാം ഇസ്തിഗ്ഫാറിന്റെ മഹനീയമായ ഒരു സാന്നിധ്യം അത്തഹിയ്യാത്തിലെ ഏറ്റവും സുപ്രധാനമായ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ നമ്മൾ കാണാം. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വിശാലമായി അതേ തെറ്റിന്റെ കൂമ്പാരം പോലെ ഇസ്രാഫ് നടത്തിയും ഒക്കെ ചെയ്തതിനെല്ലാം ഞാൻ മാപ്പി വെക്കണമേ എന്നിങ്ങനെ സങ്കടത്തോടെ ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് പറയാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ, ഒരു നമസ്കാരം പൂർത്തിയാകുമ്പോൾ ഇസ്തിഗ്ഫാറിന്റെ ഒരു ലോകം തീർത്തിട്ടാണ് നമ്മൾ നിസ്കാരം പൂർത്തിയാക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിലെ ഓരോ നിമിഷങ്ങളെയും ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ശേഷിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും ഭംഗിയായി അള്ളാഹുവിന്റെ ഖുർആനും ദിക്റുകളും തസ്ബീഹുകളും ഒക്കെ പൂർണ്ണമായി ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.